ഹലോ. ക്യാപ്കട്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ പല ടെക്സ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ആ ടെക്സ്റ്റുകൾ ഇതേ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ പലരും ശ്രദ്ധിച്ചു എന്ന് വരില്ല. അതേപോലെ അതിനു പകരമായിട്ട് നമുക്ക് ആ വീഡിയോ ടെക്സ്റ്റ് കൂടെ പ്ലേസ് ചെയ്യുന്നതിനൊപ്പം അതിന് ചെറിയൊരു മൂവ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ, അതായത് കാണുന്ന ആൾക്കാരുടെ ശ്രദ്ധ അതിലേക്ക് പോകും. അതൊരു സൈക്കോളജിയാണ്. ഒരു സ്റ്റാറ്റിക് ആയിട്ട് കാണുന്ന ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് മൂവ്മെന്റോ എന്തെങ്കിലും ചലനങ്ങളോ ഉണ്ടെങ്കിൽ കാണുന്ന ആളുടെ ശ്രദ്ധ നോർമലി ആ ഒരു പോർഷനിലേക്ക് ആയിരിക്കും പോവുക. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ ഓഡിയൻസിന്റെ ശ്രദ്ധ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ മൂവ്മെന്റ്സ് കൊടുക്കാം. ഇത്തരം മൂവ്മെന്റ്സ് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ടൈം ലൈനിലേക്ക് എങ്ങനെ വരണമെന്നും ടൈം ലൈനിൽ എങ്ങനെ പോകണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ ചെറിയ മൂവ്മെന്റ് കൊടുക്കാനും ഈ ആനിമേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നോർമലി ഇന്ന ഒബ്ജക്റ്റ് എന്നൊന്നുമില്ല. ഒരു വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ ആണെങ്കിലും ഒരു ടെക്സ്റ്റ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഇതുപോലെ നമ്മുടെ വീഡിയോയിലേക്ക്, നമ്മുടെ ടൈം ലൈനിലേക്ക് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും അതുപോലെ ടൈം ലൈനിൽ പ്ലേസ് ചെയ്ത് നിൽക്കുന്ന സമയത്തും നമുക്ക് ആനിമേഷൻ കൊടുക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആണ്. ഇതുപോലെ ഏത് സോഫ്റ്റ്വെയറിൽ ഇതുപോലെ ആനിമേഷനുള്ളൊരു സെക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഞാനിവിടെ ചെയ്യുന്നത് വിൻഡോസ് ക്യാപ്കട്ടിലാണ്. ആൻഡ്രോയിഡിലാണെങ്കിലും ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ദേ ഇവിടെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ദേ ഇവിടെ ഒരു ഒബ്ജക്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ നോർമൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു എഫക്റ്റ് ഒന്നും ഇല്ലാതെ, അതായത് ആനിമേഷൻ ഒന്നും ഇല്ലാതെ കയറി വരുന്നതായിട്ടാണ് നമുക്ക് കാണാം. ഇനി ഇവിടെ നമുക്കൊരു ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആനിമേഷനിൽ ഇന്നിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. നമ്മൾ നോർമലി ഫെയ്ഡിനൊക്കെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആനിമേഷനാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വരും. അതുപോലെ ഫ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പിൻ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റൊട്ടേഷനോട് കൂടിയിട്ട് അത് വരുന്നത് നമുക്ക് കാണാം കേട്ടോ. അതുപോലെ വേറെയും ഫാസ്റ്റ് ആയിട്ട് വരുന്ന ചില ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ നോർമലി ഒരു ഒബ്ജക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് കയറി വരുന്നതിന് പകരമായിട്ട് ഒന്നുകൂടി ഭംഗിയാക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെയാണ് ഇത് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമേഷനും. ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമേഷൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഫെയ്ഡ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫെയ്ഡ് ഔട്ട് ആയി പോകും. ബ്ലറായിട്ട് നമുക്ക് പോകുന്നെങ്കിൽ ഇത് ആഡ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമേഷൻസ് നമുക്കുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് ഒരു മൂവ്മെന്റ് വരുന്നതിനും പോകുന്നതിനും ഒരു മൂവ്മെന്റ് കൊടുക്കാം. ഇനി വീഡിയോ ആ ഒരു ക്ലിപ്പ്, ഒരു ഒബ്ജക്റ്റ് നമ്മുടെ വീഡിയോയിൽ പ്ലേസ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മൂവ്മെന്റ്സ് കൊടുക്കണമെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ കോംബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം. ഈ കോംബോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ഇന്നും ഔട്ട് ഞാൻ നണ്ണാക്കിയിട്ടു. എന്നിട്ട് കോംബോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ വന്നിട്ട് കുറച്ച് നേരം ഒരു മൂവ്മെന്റോടുകൂടി പിന്നെ പോകുന്നു. അപ്പോൾ ക്ലിപ്പിന്റെ എൻട്രൻസും എക്സിറ്റും ഉൾപ്പെടെ ഒരു മൂവ്മെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് കോംബോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ യൂസ് ചെയ്യാം. ഇത് ആൻഡ്രോയിഡിലെല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ എൻട്രൻസ് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു മൂവ്മെന്റോട് കൂടിയിട്ട് അത് തിരിച്ചു പോകും. അത് രണ്ടും കൊടുക്കാം. അങ്ങനെയാണ് നമ്മളുടെ വീഡിയോസിന് ഒരു ആനിമേഷൻ, ഒരു മൂവ്മെന്റ്, ചലനം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. അതുപോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമേഷനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഫെയ്ഡിന് ഒരു ആനിമേഷൻ നമ്മൾ ഏതെങ്കിലും കൊടുത്തു. ഇപ്പൊ ഫെയ്ഡിന് തന്നെ കൊടുത്തു. ഫെയ്ഡിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു കഴ്സർ കിട്ടുന്നത് കണ്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 1.7 സെക്കൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് സ്ക്രീനിലേക്ക് എൻ്റർ ആയത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലിപ്പ് എത്രത്തോളം ഉണ്ടോ അത് ഫുള്ളാക്കി ഇടാൻ പറ്റും. അപ്പൊ അത്രയും ടൈം എടുത്തിട്ട് ആ ക്ലിപ്പ് നമ്മുടെ സ്ക്രീനിലേക്ക് കയറി വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഔട്ടിന് അതുപോലെ നമുക്ക് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഫെയ്ഡ് ഔട്ട് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിന്റെയും ഔട്ടിന്റെയും ഡ്യൂറേഷൻ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഈ ഫസ്റ്റത്തെ ഈ ഒരു പോയിന്റിന് മുൻപുള്ള ടൈം വീഡിയോ എങ്ങനെ ഉള്ളിലേക്ക് വരണം എന്നുള്ളതും
ഇതിന് ശേഷമുള്ളത് എങ്ങനെ വീഡിയോ നമ്മുടെ ടൈം ലൈനിൽ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഇതിനിടയിലുള്ള ഈ ഒരു സ്ഥലത്ത് മൂവ്മെന്റ് ഒന്നുമില്ല. എന്താ പറയാ, ജസ്റ്റ് മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ ആയിരിക്കും ഇത് നിൽക്കുന്നത്. ഈ മൂവ്മെന്റ് ആ സ്റ്റിക്കറിൽ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനിടയിലുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് കോംബോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ സ്പിന്നോ ഏതെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കണ്ട സ്പിന്നായിട്ട് നിൽക്കും. അപ്പൊ ഇത്രയാണ് ഇൻ ഔട്ട് കോംബോ ആനിമേഷൻസിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇതില് നമുക്ക് ഇവിടെ കണ്ട ഒരു സ്റ്റാറിന്റെ ബട്ടൺ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഫക്ട്സ് വേണമെങ്കിൽ ഫേവറേറ്റ് ആക്കി ഇടാം. അപ്പൊ ഇവിടെ ഫേവറേറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫേവറേറ്റ് ആഡ് ചെയ്തിട്ടിരിക്കുന്ന എഫക്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ ആനിമേഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മള് ആനിമേഷൻസ് കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ്, ഈ ക്യാപ്കട്ട് നമുക്ക് തരുന്ന ആനിമേഷൻസ് അല്ലാതെ ചില ആനിമേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ കീ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി മുമ്പത്തെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുള്ളതാണ് കീ ഫ്രെയിംസ്. ഈ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഇതിനുള്ള ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വീഡിയോയുടെ സൈസ്, അതുപോലെ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് അതിനൊക്കെ കാണിക്കുന്ന നമ്പേഴ്സ് ഉണ്ട്, പൊസിഷൻ, അതുപോലെ അതിനുള്ള മെഷർമെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ആനിമേഷൻസ്, മൂവ്മെന്റ്സ് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഏറ്റവും തുടക്കത്തിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് വെച്ചു. ഇനി വേറൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇത് വേറെ സ്ഥലത്തേക്ക് വെച്ചു. ഇനി ലാസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇവിടേക്ക് വെച്ചു. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ എവിടേക്കാണോ വെച്ചത് ആ ഭാഗത്തേക്ക് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടോ? അപ്പോ അങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് ഇപ്പൊ റൈറ്റിൽ നിന്നോ സെന്ററിൽ നിന്നോ ഒക്കെ അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്നൊക്കെ ഈ വീഡിയോ ഇതിലേക്ക് കയറി വരാനായിട്ട് നമുക്ക് ഇങ്ങനെ മൂവ്മെന്റ്സ് കൊടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടത് വേറൊരു തരത്തില് ചെയ്യുകയാണെങ്കിൽ, വേറൊരു തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് സ്ക്രീനിലേക്ക് ചെറുതുനിന്ന് വലുതായിട്ട് വരണമെങ്കിൽ നമ്മളിവിടെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യണു. അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കണു. ഏറ്റവും ആദ്യം ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ് ഏറ്റവും ചെറുതാക്കി കൊടുക്കണം. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ചെറുതുനിന്ന് വലുതായിട്ട് വരുന്നൊരു ആനിമേഷൻ എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളിലും ഇതുപോലെയുള്ള കീ ഫ്രെയിമുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ മുമ്പ് ആനിമേഷനിൽ ചെയ്ത ഒരു എഫക്റ്റ് ആയിരുന്നു ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എവിടെയാണോ വീഡിയോ കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റ് തെളിഞ്ഞു വരേണ്ടത് അവിടെ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിന് മുൻപായിട്ട് വേറൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഈ ഒപ്പാസിറ്റി കുറച്ചു കൊടുക്കുക. അപ്പൊ ഏറ്റവും ആദ്യത്തെ പോയിന്റില്, ഈ ഒരു പോയിന്റില് ഒപ്പാസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ ഒരു പോയിന്റിൽ ഒപ്പാസിറ്റി ഹൈ ആയിരിക്കും. അപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ 0 ഹൈയിലേക്ക് ഒപ്പാസിറ്റി വരുന്നതിനനുസരിച്ച് ഒരു ഫെയ്ഡിന് എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയൊക്കെയാണ് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മോഷൻ ഒരു കാര്യത്തെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. നാളെ ഇതിന്റെ മറ്റൊരു സെക്ഷനിൽ വേറൊരു കാര്യം ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും ബൈ.